നമസ്കാരം. ഇറാൻ കളിച്ചത് ഇന്ത്യയോടാണ്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും എന്തും സംഭവിക്കാം. ഒമാൻ തീരത്തിന് സമീപം ഇറാന്റെ സൈനിക വിഭാഗം നടത്തിയ മാരകമായ ആക്രമണത്തെ ഇന്ത്യ അതിശക്തമായി തന്നെ അപലപിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ രാജ്യം കടുത്ത ആശങ്കയാണ് രേഖപ്പെടുത്തിയത്. ഒമാൻ തീരത്ത് വെച്ച് ഇറാൻ സൈന്യത്തിന്റെ ആക്രമണത്തിനിരയായ GFS ഗാലക്സി എന്ന ചരക്കു കപ്പലിൽ 11 ഇന്ത്യൻ നാവികരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 10 ഇന്ത്യൻ പൗരന്മാരെ സുരക്ഷിതമായി രക്ഷപ്പെടുത്താൻ സാധിച്ചെങ്കിലും ഒരു ഇന്ത്യൻ നാവികനെ കുറിച്ച് ഇതുവരെ വിവരമൊന്നും തന്നെ കിട്ടിയിട്ടില്ല. കാണാതായ ഈ ഇന്ത്യൻ പൗരന് വേണ്ടി ഒമാൻ അധികൃതരുടെ നേതൃത്വത്തിൽ കടലിൽ വലിയ തോതിലുള്ള തിരച്ചിലും രക്ഷാപ്രവർത്തനവും ഇപ്പോൾ തുടരുകയാണ്. മസ്കറ്റിലുള്ള ഇന്ത്യൻ എംബസി ഒമാൻ ഭരണകൂടവുമായി നിരന്തരം സമ്പർക്കം പുലർത്തിക്കൊണ്ട് ഈ രക്ഷാപ്രവർത്തനങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ഒമാൻ അധികൃതർ നൽകുന്ന എല്ലാവിധ പിന്തുണയ്ക്കും നന്ദി അറിയിക്കുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗിക പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇറാന്റെ ക്രൂരമായ ആക്രമണത്തിൽ കപ്പലിന് വലിയ തോതിൽ തീപിടിച്ചതിനെ തുടർന്നാണ് ജീവനക്കാർക്ക് കപ്പൽ ഉപേക്ഷിച്ച് കടലിലേക്ക് ചാടേണ്ടി വന്നത്. സൈപ്രസ് പതാക ഘടിപ്പിച്ച GFS ഗാലക്സി എന്ന ഈ കപ്പലിന് നേരെ തങ്ങൾ നടത്തിയത് വെറുമൊരു മുന്നറിയിപ്പ് വെടിവെപ്പ് മാത്രമായിരുന്നു എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും പൂർണ്ണമായി അടച്ചുപൂട്ടുകയാണെന്ന് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുമ്പായിരുന്നു ഇറാന്റെ ഈ നടപടി. ഏതാനും ദിവസങ്ങളായി നിലനിന്നിരുന്ന താൽക്കാലിക സമാധാനം തകർത്തുകൊണ്ട് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ശത്രുതയും സൈനിക പിരിമുറുക്കവും പുതിയ തലത്തിലെത്തിയ പശ്ചാത്തലത്തിലാണ് ഈ പുതിയ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഈ കപ്പൽ സംഘർഷബാധിതമായ കടലിടുക്കിലൂടെ യാതൊരുവിധ അനുമതിയുമില്ലാത്ത റൂട്ടിലാണ് സഞ്ചരിച്ചതെന്നാണ് ടെഹ്റാൻ നൽകുന്ന വിശദീകരണം. അതോടൊപ്പം തന്നെ ഈ സംഭവത്തിന്റെ പേരിൽ ഇറാനു നേരെ എന്തെങ്കിലും തരത്തിലുള്ള പ്രതികാര നടപടികൾ ഉണ്ടായാൽ അതിന് കടുത്ത ഭാഷയിൽ മറുപടി നൽകുമെന്ന മുന്നറിയിപ്പും അവർ നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ ചരക്കുകപ്പൽ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ അമേരിക്ക ഇറാന് നേരെ അതിശക്തമായ പുതിയ റൗണ്ട് സൈനിക ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. ഈ ഒരൊറ്റ ആഴ്ചയിൽ മാത്രം ഇറാനിയൻ ലക്ഷ്യങ്ങൾക്ക് നേരെ അമേരിക്ക നടത്തുന്ന മൂന്നാമത്തെ വലിയ വ്യോമാക്രമണ പരമ്പരയാണിത്. US സെൻട്രൽ കമാൻഡിന്റെ അറിയിപ്പ് പ്രകാരം ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങൾ, ഡ്രോൺ വിക്ഷേപണ തറകൾ, നാവികശേഷികൾ, അത്യാധുനിക വെടിക്കോപ്പ് സംഭരണശാലകൾ, വാർത്താവിനിമയ ശൃംഖലകൾ, തീരദേശ നിരീക്ഷണ കേന്ദ്രങ്ങൾ എന്നിവയുൾപ്പെടെ ഏകദേശം 140ഓളം ഇറാനിയൻ സൈനിക ലക്ഷ്യങ്ങളാണ് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ തകർത്തത്. ഈ ആഴ്ചയിലെ 3 രാത്രികളിലായി അമേരിക്കൻ സൈന്യം 300-ലധികം ഇറാൻ കേന്ദ്രങ്ങളിൽ ബോംബാക്രമണം നടത്തിക്കഴിഞ്ഞു. ഇതിന് പ്രതികാരമായി ബഹ്റൈൻ, കുവൈറ്റ്, ഖത്തർ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, അതുപോലെ ഒമാൻ ഉൾപ്പെടെയുള്ള മിഡിൽ ഈസ്റ്റിലെ മറ്റു രാജ്യങ്ങൾക്ക് നേരെയും ഇത്തരത്തിൽ ഇറാൻ തിരിച്ചടി തുടങ്ങിയെന്നാണ് വിവരം. ഈ വർഷം ഫെബ്രുവരി 28-ന് ആരംഭിച്ച വലിയ യുദ്ധത്തിന് ശാശ്വതമായ ഒരു നയതന്ത്ര പരിഹാരം കാണുന്നതിനായി അമേരിക്കയും ഇറാനും തമ്മിൽ നടന്നുവരുന്ന ചർച്ചകളിൽ ഇപ്പോൾ ഹോർമൂസ് കടലിടുക്ക് ഒരു പ്രധാന തർക്ക വിഷയമായി മാറിയിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ വാണിജ്യ കപ്പലുകളെയും സാധാരണക്കാരുടെ അടിസ്ഥാന സൗകര്യങ്ങളെയും എല്ലാം ലക്ഷ്യമിട്ടുള്ള ഇത്തരം സൈനിക നീക്കങ്ങൾ എത്രയും വേഗം അവസാനിപ്പിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിധേയമായി രാജ്യാന്തര ജലപാതകളിലൂടെയുള്ള സ്വതന്ത്രവും തടസ്സമില്ലാത്തതുമായ ഗതാഗതവും വാണിജ്യവും എത്രയും വേഗം പുനഃസ്ഥാപിക്കണം. മേഖലയിൽ സമാധാനവും സുസ്ഥിരതയും തിരിച്ചു കൊണ്ടുവരുന്നതിനായി നിലവിലുള്ള കടുത്ത പിരിമുറുക്കങ്ങൾ ഇരുവിഭാഗവും അടിയന്തരമായി കുറയ്ക്കണമെന്നും നയതന്ത്ര പരിഹാരത്തിനായുള്ള ചർച്ചകൾ വേഗത്തിൽ പൂർത്തിയാക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ ലോകരാജ്യങ്ങളോട് ആവശ്യപ്പെട്ടു.